ശരീരവേദനകളും മഴക്കാലവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. സാധാരണയായി കർക്കിടക മാസത്തിൽ എല്ലാ തരം വേദനകളും കൂടാറുണ്ട്. അതുപോലെ തന്നെയാണ് കഫക്കെട്ടും അത്തരം രോഗങ്ങളും അതുപോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസും കൂടുതലായിട്ട് കണ്ടുവരുന്ന മാസമാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പറയുന്ന രീതിയിലുള്ള കർക്കിടക ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വർഷമായിട്ട് 11 മാസമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ തരം വേസ്റ്റുകളും ഒഴിവാക്കാവുന്ന ഒന്നുള്ള ഒരു സമയമാണ് കർക്കിടക മാസം. ഈ സമയത്ത് ചെയ്യുന്ന ചികിത്സകൾ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് ബോഡിയിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുകയും അതുപോലെ തന്നെ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. വാതത്തെ രോഗത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ തണുപ്പ് കാരണം നമ്മുടെ ശരീരത്തിൽ മൂവ്മെൻറ്റ്സ് കുറയുകയും അതുവഴി തന്നെ നെർവസ് സിസ്റ്റത്തിനുള്ള ഇമ്പൾസ്, ബ്രെയിനിന് കൊടുക്കുന്ന ഇമ്പൾസ് ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്താനുള്ള ഒരു സമയത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയിൻസിലൊക്കെ നീർക്കെട്ടുകൾ കൂടാനും ഇത് കാരണമാകുന്നു. ഇതേ കാരണത്താൽ തന്നെ പല ആളുകൾക്കും നെഞ്ചുവേദന വരാറുണ്ട്. നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത്ര വലിയ രോഗമൊന്നുമല്ല, പേരുകൾ ഇട്ടിട്ട് പേടിക്കേണ്ട. എന്നുവെച്ചാൽ നമ്മളെ നെഞ്ചിലുള്ള മസിൽസിന് താൽക്കാലികമായിട്ടുള്ള ഒരു സ്പാസം സംഭവിക്കുന്നതും, അതുപോലെ തന്നെ കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളെ വാരിയെല്ലും സ്റ്റേണം എന്ന് പറയുമ്പോൾ നെഞ്ചിനും നടുവിലുള്ള ഒരു ബോണുണ്ട്. ഈ ബോൺ കൂടി യോജിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻറ്റിൽ ഒരു ആർത്രൈറ്റിസ് പോലെ കാലിൻ്റെ മുട്ടിനും കൈയിൻ്റെ മുട്ടിനും കഴുത്തിനും ഒക്കെ വരുന്നത് പോലത്തെ ഒരു പെയിൻ വരും. അതുപോലുള്ള ഒരു ആർത്രൈറ്റിസ് പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഈ പെയിനെ പോലും പലരും നെഞ്ചുവേദനയായിട്ട് തെറ്റിദ്ധരിക്കുകയും എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുകയും ഹാർട്ട് അറ്റാക്ക് ആണോ ഗ്യാസ്ട്രൈറ്റിസ് ആണോ എന്നൊക്കെയുള്ള സംശയത്തിൽ വരും. ഇതിന് പോലും കർക്കിടക ചികിത്സ വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സയാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ എല്ലാ വേദനകളും, ആമവാദമുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച്, ആമവാദം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ മോഡേൺ ആസ്പെക്റ്റിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് അതിന് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള വേർഡ്, ബട്ട് നോട്ട് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ല, എന്നാലും ആ രീതിയിൽ പറയാം. അപ്പം അതെന്താണ് ഈ ആമവാദം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം ആമയുടെ ഷേപ്പ് പോലെ ആവുമെന്ന് പല പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ആക്ച്വലി ആമ എന്ന മലയാള പദമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ആമ എന്ന അവസ്ഥന് ആയുർവേദത്തിൽ ഉദ്ദേശിക്കുന്നത് വിഷാംശം എന്നാണ്. വിഷാംശം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ, ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് ആയിട്ടുള്ള ഫങ്ഷൻസ് കറക്റ്റ് ആവാത്തത് കാരണം ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വിഷാംശങ്ങളെയാണ് ആമ എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. അത് ബോഡിയിലെ വയറിന്നാണ് തുടങ്ങുന്നത്. ഡൈജസ്റ്റീവ് എൻസൈംസ് കുറയുമ്പോൾ അതിൻ്റെ ആമാവസ്ഥ കൂടും. എന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു വലിയ ക്ലാസിഫിക്കേഷൻ, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. എനിവേ, ഈ ആമവാദം എന്ന് പറയുന്ന രോഗം വളരെയധികം കൂടുന്നൊരു സമയമാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ കർക്കിടകം ആവുന്നതിന് മുമ്പ് തന്നെ ആമവാദ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ആമവാദ പേഷ്യൻസിൽ സാധാരണയായിട്ട് ഓയിൽ ഉപയോഗം പാടില്ല. അതെന്ന് വെച്ചാൽ ആമാവസ്ഥ, നിരാമാവസ്ഥ, അങ്ങനെ രണ്ടവസ്ഥകളുണ്ട് ഇതിന് ആയുർവേദത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. ആമാവസ്ഥ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷ്യസ് സ്റ്റേജാണ്. ആ ഇൻഫെക്ഷ്യസ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഓയിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഈ കാലഘട്ടത്തിൽ പറഞ്ഞതൊന്നുമല്ല, ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറയുന്നതുമല്ല. ആയുർവേദത്തിൽ പഴയ കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആമവാദത്തിൽ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഈ ആയുർവേദത്തിൻ്റെ തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്. നമ്മൾ പലപ്പോഴും ഈ ക്വാക്സ് എന്ന് പറയുന്ന വ്യാജവൈദ്യന്മാർ ഈ ആമവാദത്തിനെല്ലാം പോയിട്ട് എണ്ണ തേപ്പും കുളിയും പറയും. അത് കർക്കിടക ചികിത്സ എന്നുള്ള രീതിയിൽ എണ്ണതേപ്പോ കുളിയോ ആമവാദ പേഷ്യൻസ് ഈ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടല്ല, അത് ആയുർവേദ ചികിത്സയല്ല. യഥാർത്ഥ ആയുർവേദത്തിൽ ഈ സമയത്ത് ആമവാദ പേഷ്യൻസ് എണ്ണതേപ്പോ കുളിയോ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനുള്ള ചികിത്സയാണ് കഷായധാര. പലതരം മെഡിസിൻസ് ചേർത്തിട്ടുള്ള ആ മെഡിസിൻസിൽ പലപ്പോഴും പലതരം ഓലിയോറസിൻസും അതുപോലെയുള്ള മറ്റ് ഒരുപാട് കണ്ടൻസ് ഉണ്ടാവും. ഈ പലതരം ഓരോ പേഷ്യൻസിനും അനുസരിച്ചിട്ട് ഇലകളും ഉണങ്ങിയ മരുന്നുകളും മരങ്ങളുടെ തൊലികളും വേരുകളും എല്ലാം ഉൾപ്പെടുന്ന തരം കഷായങ്ങളുണ്ട്. ഈ കഷായങ്ങൾ വെച്ച് നേരിയ ചൂടിൽ ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന ചികിത്സയാണ് ആമവാദ പേഷ്യൻസിന് കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും എണ്ണ തേപ്പും കുളിയുമല്ല.
പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ചികിത്സ എന്ന് പറയുമ്പോൾ വിരേചനമാണ്. വിരേചനം എന്ന് പറയുമ്പോൾ വയറിളക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൻ്റെ രീതിയിൽ വയറിളക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വീസ്റ്റുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത് അതിനനുസരിച്ചിട്ട് ഈ വയറിളക്കാൻ കൊടുക്കുന്ന മരുന്നുകളിലും വ്യത്യാസമുണ്ട്. അതനുസരിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഈ അമ്മവാത പേഷ്യൻസിന് വയറിളക്കുന്ന ചികിത്സയും ചെയ്യാവുന്നതാണ്. ഈ 2 ചികിത്സയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ആമാവസ്ഥ കഴിഞ്ഞതിന് ശേഷം, നിരാമാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് സ്റ്റേജ് കഴിഞ്ഞ് എന്ന് വെച്ചാൽ റെഡ്നെസ്സും സ്വെല്ലിങ്ങും തൊട്ടാലുള്ള പെയിനും എല്ലാം മാറിയ ആ ഒരു സ്റ്റേജിൽ മാത്രമാണ് അടുത്ത ചികിത്സയിലേക്ക് എണ്ണതേപ്പും കുളിയിലേക്കും പോകാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാത്ത നമ്മൾ സാധാരണ നിലയ്ക്കുള്ള ആർത്രൈറ്റിസ്, ഓസ്റ്റോ ആർത്രൈറ്റിസ്, സന്ധിവാതം ഇതിലൊക്കെ ചെയ്യാവുന്നത് എണ്ണതേപ്പും കുളിയും വളരെ ഉപകാരപ്രദമാണ് ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഇത്തരം അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ രോഗം വരുന്നതിന് മുമ്പ് തന്നെ കർക്കിടക മാസത്തിൽ അത്തരം ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് എണ്ണതേപ്പും കുളിയും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർ, കാൽഷ്യത്തിൻ്റെ കുറവുള്ളവർ, മഗ്നീഷ്യം മുതലായ മിനറൽസിൻ്റെയൊക്കെ കുറവുള്ള ആളുകൾ ക്കും എണ്ണതേപ്പും കുളിയും കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചികിത്സകൾ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻസും എല്ലാ വാതരോഗങ്ങളിലും കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചികിത്സാ രീതികൾ വ്യത്യസ്തമാണ്. അത് ഏറ്റവും നല്ലത് ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. ഇതോടൊപ്പം തന്നെ വാതരോഗികൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ചികിത്സയാണ് അഗ്നിലേപം എന്നൊരു കൂട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. എന്ന് വെച്ചാൽ ഇലകളാണ്. ഓരോ പേഷ്യൻറ്റിനനുസരിച്ചുള്ള ഈ ഇലകളും ചില ഡ്രൈ ഡ്രഗ്സും ചേർത്തിട്ട് ബോഡിയിൽ മൊത്തം തേക്കുന്ന ഒരു രീതിയാണ്. ഇതും ഈ കർക്കിടക മാസത്തിൽ ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റീവാണ്. അല്ലാത്ത മാസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ് എന്ന രീതിയിൽ കർക്കിടക മാസത്തിൽ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഈ മറ്റ് വേദനകൾ, പോളിമയാൾജിയ മീൻസ് മസ്കുലാർ പെയിൻ, പലർക്കും എത്ര ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ പല പേഷ്യൻസും വന്നിട്ട് പറയും തോളുവേദനയുണ്ട്, കഴുത്ത് വേദനയുണ്ട്, ഒരല്പനേരം നിൽക്കുമ്പോഴത്തേക്ക് കാലുവേദനയാണ്, നടുവേദനയുണ്ട്, കാലിൻ്റെ കാഫ് മസിലിൽ വേദനയാണ്, കാലിൻ്റെ വിരലുകളിൽ വേദനയാണ്, നിലത്ത് കാല് വെക്കുമ്പോൾ, നിലത്ത് വെച്ച് നടക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് വേദനയാണ്, ഉപ്പൂറ്റിയിൽ വേദനയാണ്. ഇതെല്ലാം വാദത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെയാണ് ആയുർവേദത്തിൽ വരുന്നത്. ഇത് പ്രത്യേകിച്ച് മസ്കുലാർ പെയിനാണ്. ഈ മസ്കുലാർ പെയിനിന് ഏറ്റവും നല്ല ചികിത്സിക്കാൻ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഈ കർക്കിടകം എന്ന് പറഞ്ഞ ഈ മാസം, ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ. ഈ കാലാവസ്ഥയിൽ അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യുമ്പോൾ അടുത്ത സമയത്തേക്ക് ഇത് വരാതിരിക്കാൻ കൂടി സഹായിക്കും. അങ്ങനെ എല്ലാതരം വാതരോഗങ്ങൾക്കും പ്രിവെൻറ്റീവായിട്ട് നേരത്തെ കൂട്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളെ ബോഡി ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. എല്ലാവരും ഈ സമയത്ത് ഇത്തരം ചികിത്സകൾ ഉപയോഗപ്പെടുത്തുക.